കോമഡി എന്താണെന്ന് വെച്ചാൽ ഞാൻ വ്ലോഗ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ എനിക്ക് 2x പൊതുവെ എങ്ങനെയാണ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ ഇത്ര വരെ ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 8 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാണ്. ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു റാൻഡം ഡേ ഇൻ മൈ ലൈഫ് പോലെ വ്ലോഗ് ചെയ്യാമെന്നാണ്. പക്ഷേ അതിന് ഈ ഒരു ദിവസം മാത്രം ഡേ ഇൻ മൈ ലൈഫായിട്ട് ചെയ്യുമെന്ന് ഉറപ്പില്ല. ഏറ്റവും കോമഡി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ വ്ലോഗ് അപ്ലോഡ് ചെയ്യുമെന്ന് പോലും എനിക്കറിയില്ല. ഞാനിത് ട്രൈ ചെയ്യാൻ വേണ്ടി മാത്രം എടുക്കുന്ന ഒരു വ്ലോഗാണ്. എനിക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വ്ലോഗ് എടുക്കണം എന്നൊക്കെ, പക്ഷെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. എൻ്റെ ചാനൽ നോക്കിയാൽ മനസ്സിലാവും. ഞാൻ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ വോയിസ് കൊടുക്കുക ചെയ്യാം. പക്ഷെ എനിക്കെന്നത് കേൾക്കുമ്പോൾ എന്തോ ഭയങ്കര ബോറായിട്ട് തോന്നും. എന്തോ ഞാൻ നോക്കി വായിച്ചിട്ട് നമുക്ക് വേറൊരു വീഡിയോ കാണുമ്പോൾ നമുക്ക് തോന്നൂലേ, അതുപോലെ എനിക്ക് എൻ്റെ വീഡിയോ തന്നെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുക. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു എനിക്കിങ്ങനെ സംസാരിച്ചുകൊണ്ടൊരു വീഡിയോ എടുക്കണം, അതെങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാമല്ലോ. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കാണ്. അപ്ലോഡ് ചെയ്യുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല, പക്ഷേ ഇത് കംപ്ലീറ്റ് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതായത് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് നോക്കണം, എന്നിട്ട് മാത്രം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്ലോഡ് ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട, അപ്ലോഡ് ചെയ്യേണ്ട എന്നുള്ളൊരു മൈൻഡിലാണ് ഞാനിപ്പോൾ വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നത്. ഞാൻ ആദ്യം സൺസ്ക്രീനാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ അക്വാലോജിക്കൻ്റെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് പറയാണ്ട് സംസാരിക്കാൻ മറന്നു പോകുന്നത്. ആണ് സൺസ്ക്രീൻ അക്വാലോജിക്കൻ്റെ യെല്ലോ. ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ. ഞാൻ പൊതുവേ ഞാൻ സൺസ്ക്രീനൊന്നും യൂസ് ചെയ്യുന്ന ഒരാളല്ലേനു. ഇപ്പോൾ കുറച്ചായിട്ടേ ഉള്ളൂ ഞാൻ യൂസ് ചെയ്യുന്നത്. അത് എൻ്റെ അനിയത്തി വാങ്ങുന്നതുകൊണ്ട്. നമുക്ക് ഹൈലൈറ്റർ യൂസ് ചെയ്യാം. ഞാൻ ഈ ഹൈലൈറ്ററാണ് യൂസ് ചെയ്യുന്നത്, സ്വിസ് ബ്യൂട്ടിയുടെ. ഇതെനിക്കിഷ്ടമാണ്. ഇത് ഇടുമ്പോൾ കവിൾ നല്ല ഗ്ലിറ്ററിങ് ആയിട്ട്. അപ്പം നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക, എനിക്കിഷ്ടമാണ്. ഞാൻ വിഷ് കെയറിൻ്റെ ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ അച്ചു വാങ്ങുന്നതാണ്, ഞാനൊന്നും പറഞ്ഞു വാങ്ങുന്നില്ല. അവൾ വാങ്ങുമ്പോൾ എനിക്കും കൂടി ഉള്ളത് ഓർഡർ ചെയ്യും. അങ്ങനെ ഞാൻ ഇങ്ങനെ ഉപയോഗിക്കും. ഇനി ഏതോ ബ്രാൻഡൊന്നും അറിയാത്തൊരു ലിപ്സ്റ്റിക്ക്, ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് പിന്നെ ലാക്മേയുടെ എൻ്റെതൊക്കെ പോയിട്ടുണ്ട് നൂഡ് ക്രീം എന്നൊരു ലിപ്സ്റ്റിക് ഷെയ്ഡും കൂടി അതിൻ്റെ മേലെ അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി നല്ലൊരു കളർ തോന്നും. ഞാനിങ്ങനെ ഓഫീസിൽ നിന്ന് എത്തിയിട്ടേ ഉള്ളൂ. നേരെ പോയി ഫ്രഷായി വന്നു. ഇനിയൊന്ന് ഫേസ് വാഷ് ചെയ്യണം. രാവിലെ ക്യാമറ ഓണാക്കി കുറേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം എന്താണെന്ന് അറിഞ്ഞൂടാ. എനിക്ക് എത്ര ടേക്ക് എടുത്തിട്ടും എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. ഓക്കെ, ഞാൻ കുറേ ആയിട്ട് ഈ ഫേസ് വാഷ് തന്നെയാണ് യൂസ് ചെയ്യൽ. എൻ്റെ സ്കിന്ന് നല്ല എന്താ പറയുക, ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം കുറച്ചുകൂടി ബ്രൈറ്റായി, കുറച്ചുകൂടി ക്ലീൻ ആയ പോലെ എനിക്ക് തോന്നലുണ്ട്. ഞാൻ മുഖം നല്ല തുടച്ചിട്ട് വന്നിട്ട് കാണിച്ചു തരാം. സ്കിന്ന് കുറച്ചുകൂടി ബ്രൈറ്റായിട്ട് കുറച്ച് സോഫ്റ്റ് ആയ പോലെ എനിക്ക് തോന്നലുണ്ട് എപ്പോഴും. ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3 മാസത്തോളമായിട്ടുണ്ടാവും. ഫേസ് വാഷും സൺസ്ക്രീനും നല്ല പ്രോഡക്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ സ്കിന്നായിട്ട് അത് നല്ല മാച്ച് ചെയ്ത് പോകുന്നുണ്ട്. ഇത് ഞാൻ SM സ്ട്രീറ്റിൽ നിന്ന് കോഴിക്കോട് SM സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിയൊരു നൈറ്റ് ഡ്രസ്സാണ്. ഇതിൻ്റെ മാച്ച് ചെയ്യുന്ന പാൻറ്റും കൂടി ഉണ്ട്, അതിനായിട്ടില്ല. പക്ഷെ ഇത് ലാർജാണ് സൈസ്. എനിക്ക് മീഡിയം മതിയായിരുന്നു, ഞാൻ ശ്രദ്ധിക്കാണ്ട് എടുത്തു. കുഴപ്പമില്ല. ഇത് ഫ്ലോറൽ പ്രിൻ്റൊക്കെ കണ്ടപ്പോൾ ഞാൻ നല്ല രസം തോന്നി, അപ്പം എടുത്തതാണ്. പക്ഷേ വീട്ടിൽ കൊണ്ടുവന്ന് ഇട്ട് നോക്കുമ്പോഴാണ് വേണ്ടായിരുന്നു എന്ന് തോന്നിയത്. ബോഡി ലോഷൻ അപ്ലൈ ചെയ്യാം.
ഞാൻ ഗ്ലൂട്ടാഹയൻ്റെ ബോഡി ലോഷൻ രാവിലെയും രാത്രിയും ബോഡി ലോഷൻ ഇടുന്നുണ്ട്. എൻ്റെ ഒരുവിധം ദിവസങ്ങളൊക്കെ ഇങ്ങനെയാണ്. രാവിലെ എണീക്കുന്നു, ഓഫീസിൽ പോകുന്നു, തിരിച്ചു വരുന്നു, എന്തെങ്കിലുമൊക്കെ തിന്നുന്നു, ഉറങ്ങുന്നു. ഇതെല്ലാം സ്പെഷ്യലായിട്ട് അങ്ങനെ സംഭവിക്കൽ ഭയങ്കര ചുരുക്കം ദിവസങ്ങളിൽ മാത്രമേ അങ്ങനെ സംഭവിക്കലുള്ളൂ. അപ്പോൾ എനിക്ക് വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വലിയ സ്പെഷ്യൽ ഡേ ഒന്നും ഉണ്ടാവാറില്ല. അങ്ങനെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു എന്തായാലും സംസാരിച്ചിട്ടൊരു വ്ളോഗ് എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം ഷൂട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരു 2 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയാണ് ഉണ്ടാവുക, ഇപ്പം നടക്കുന്ന ഒരു കാര്യം എനിക്ക് ഓർമ്മ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതായത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഞാൻ എന്തൊക്കെ എൻജോയ് ചെയ്യുന്നു, എൻ്റെ സംസാരം, ഇതൊന്നും എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഓർക്കുന്നു പോലും ചെയ്യൂല. അപ്പോൾ ഇതൊക്കെ ഒന്ന് വീഡിയോ ആക്കിയിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നലുണ്ട്. കാരണം 2 വർഷം മുന്നേ ഉള്ള കാര്യങ്ങളൊന്നും എനിക്ക്, അതായത് ഞാനത് എങ്ങനെയാണ് 2 വർഷം മുന്നേക്ക് എൻജോയ് ചെയ്ത് നടന്നത് ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഷൂട്ട് ചെയ്യാം, അത് സംസാരിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യാം, എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്യാമല്ലോ. അങ്ങനെയാണ് ഞാനിപ്പോൾ വ്ളോഗ് എടുക്കുന്നത്. ഞാൻ എന്തൊക്കെയാണ് പറയുന്നത് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹമുള്ള ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഒന്നും സംഭവിക്കാത്തൊരു ദിവസമാണെങ്കിൽ കൂടി നിങ്ങളൊന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്ത് വെക്കുക. എങ്ങനെയാണെങ്കിലും ഇപ്പോൾ സംസാരിച്ചുകൊണ്ടാവാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു നോർമൽ വീഡിയോ എടുത്തിട്ട് അതിനൊരു മ്യൂസിക് വെച്ചുകൊണ്ട് ആഡ് ചെയ്തിട്ടാവാം. എങ്ങനെയാണെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഒരു ക്യാമറ മാത്രം മതി, എൻ്റെ കയ്യിൽ മൈക്കൊന്നുമില്ല. ഈ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ 2x കാണേണ്ടി വരും. കാരണം ഞാൻ ഭയങ്കര സ്ലോ ആയിട്ടാണ് സംസാരിക്കുക. പൊതുവെ എങ്ങനെയാണ് എന്തായാലും വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമെന്ന് ഉറപ്പില്ല, പക്ഷെ ഞാൻ എഡിറ്റ് ചെയ്ത് നോക്കും. അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾ ഇത്ര വരെ കണ്ടെത്തുന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ. ഞാൻ എന്തായാലും ജേണൽ ചെയ്തിട്ടേ ഞാൻ ഉറങ്ങുള്ളൂ. ജേണലല്ല, ജസ്റ്റ് ഒന്ന് ഈ ദിവസത്തിനെ കുറിച്ചൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കും. കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിക്കും. കഴിയാണെങ്കിൽ ഞാനത് വീഡിയോ എടുത്തിട്ട് ഇതിൽ തന്നെ ആഡ് ചെയ്യും. ഓക്കെ, ബൈ ബൈ.